Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. വേറെ എല്ലാ റെക്കോർഡിങ്സിന്റെ കുറച്ച് പ്രശ്നം വന്നു. ഓക്കെ ആയിട്ടോ. നമുക്കിത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിലെ സിമ്പിൾസ് വരെയാണോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് നിർത്തിയത്. ഇനി കുറച്ചൊരു ഭാഗം കൂടി എടുക്കാനുണ്ട്, കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അല്ലെ. സിമ്പിൾസ് വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഓക്കെ, ഇതിന് ലാസ്റ്റ് കുറച്ചൊരു കുഞ്ഞു സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്താണെന്ന് കണ്ടു, അതിന്റെ ഡിഫറെന്റ് കാറ്റഗറി കണ്ടു അല്ലെ. അത് കൈകാര്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട പ്രോട്ടോകോൾസുകള്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിച്ചത്. ഇതിന് ലാസ്റ്റ് അതിന്റെ ഒരു കൺക്ലൂഷൻ പോലെയാണ് നമ്മൾ ഇനി കൺക്ലൂഷൻ സെക്ഷനിലേക്കാണ് പോകുന്നത്. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. മാനേജ്മെന്റും ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷനും ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ഉറപ്പ് നൽകുന്നത് നോക്കാം. Every hospital must have well-defined awareness and training program for all the category of personnel concerning BMW. BMW എന്ന് അറിയാലോ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. എല്ലാ ഹോസ്പിറ്റലും എന്ത് വേണം, അവയർനെസ്സും അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസും അല്ലെ. അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് മാലിന്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അവയർനെസ് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകളും ആ കാറ്റഗറിയിൽ, അതായത് ബയോമെഡിക്കൽ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണൽസിന്, അതായത് വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ്സും അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാമുകളും എല്ലാ ഹോസ്പിറ്റലുകളും ചെയ്യണമെന്ന്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ടത്, അത് ഹാൻഡിൽ ചെയ്യേണ്ടതും അങ്ങനെയുള്ള അവയർനെസ് ഒക്കെയാണ് കൊടുക്കേണ്ടത്. രണ്ടാമതായിട്ട് പറയുന്നത്, training has to be given in suitable language in a manner that is acceptable. Each hospital should set up a hospital waste management committee. അപ്പൊ ട്രെയിനിങ്സുകൾ കൊടുക്കേണ്ടത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കണം എന്ന്. എല്ലാ സ്റ്റാഫുകൾക്കും ഒരുപോലെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെ. അവർക്ക് ഏത് ലാംഗ്വേജ് ആണ് ആപ്റ്റ് ആകുന്നത് ആ ഒരു ലാംഗ്വേജിലായിരിക്കണം ട്രെയിനിങ്ങും കൊടുക്കുക. അതോടൊപ്പം തന്നെ each hospital should set up a hospital waste management committee. എല്ലാ ഹോസ്പിറ്റലും അവരുടെ ഹോസ്പിറ്റലിൽ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് അല്ലെ. ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും വരുന്നത്, എങ്ങനെയാണ് വേസ്റ്റുകൾ കൈകാര്യം ചെയ്യേണ്ടതും അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു കമ്മിറ്റി തീരുമാനിക്കേണ്ടത്. സോ എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. Then this committee should be liable for making hospital specific action plan for hospital waste management and its supervision, monitoring and implementation. ഇനി നമ്മൾ പറഞ്ഞു എല്ലാ ഹോസ്പിറ്റലും എന്ത് വേണം, ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം. ഈ കമ്മിറ്റി ലിയബിൾ, കമ്മിറ്റി ബാധ്യസ്ഥനാണെന്ന് എന്തിലൊക്കെയാണ്, ഹോസ്പിറ്റൽ സ്പെസിഫിക് ആക്ഷൻ പ്ലാൻ ഫോർ വേസ്റ്റ് മാനേജ്മെന്റ്. ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു പ്ലാനുകളും കാര്യങ്ങളും തയ്യാറാക്കണം. അതുപോലെ തന്നെ ആ ഒരു കമ്മിറ്റിയിൽ സൂപ്പർവിഷൻ ചെയ്യണം. എല്ലാ പ്രവർത്തനങ്ങളും വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ നല്ല രീതിയിലാണോ അവിടെ നടത്തുന്നത്, സ്റ്റാഫുകള് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ടാണോ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, സൂപ്പർവിഷൻ, ഒരു മേൽനോട്ടം വഹിക്കണം. ദെൻ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻസ്, അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ ഒന്ന് മോണിറ്റർ ചെയ്യുക. ഇനി ഇംപ്ലിമെന്റേഷൻസ്, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനും ശ്രമിക്കുക. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കാം. The year's reports accident limited as required under BMW rules should be submitted to the concerned authorities as in keeping BMW rules format. അതായത് ബയോമെഡിക്കൽ മാനേജ്മെന്റ് നിയമപ്രകാരം ആവശ്യമായിട്ടുള്ള എന്താണ് വാർഷിക റിപ്പോർട്ടുകൾ അല്ലെ. ഇപ്പൊ ഒരു വർഷം അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ, കാര്യങ്ങൾ, ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ആ പ്രോസസ്സും കാര്യങ്ങളും രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ഡീറ്റെയിൽസുകൾ. Then accident needed, അതായത് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസുകൾ. Then ഇതെല്ലാം അണ്ടർ BMW റൂൾസ് പ്രകാരമായിരിക്കണം. ബയോമെഡിക്കൽ മാനേജ്മെന്റിന്റെ നിയമപ്രകാരം ഇങ്ങനെയുള്ള റിപ്പോർട്ട്സുകളും മറ്റും എന്ത് വേണം, അധികാരികൾക്ക് സമർപ്പിക്കാണ്. കൺസേൺഡ് അതോറിറ്റീസ്, ഏത് അതോറിറ്റിക്കാണോ കൊടുക്കേണ്ടത് അധികാരികളെ ഏൽപ്പിക്കുക. റിപ്പോർട്ട്സുകളും കാര്യങ്ങളും BMW റൂൾസ് പ്രകാരം തയ്യാറാക്കിയിട്ട് അതാത് അതോറിറ്റീസിനെ ഏൽപ്പിക്കുക.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ, ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് നൽകുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത് വായിച്ചു നോക്കാം കേട്ടോ. 4 പോയിന്റ്സുകളാണ്, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഏരിയ അല്ല അല്ലെ, അപ്പൊ മനസ്സിലാക്കി പഠിച്ചു വെക്കാം കേട്ടോ. ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിക്കാം. കംപ്ലീറ്റ് ചെയ്തോ? പോയിന്റ്സ് വായിച്ചില്ലാമല്ലോ? ആക്സിഡന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കുമല്ലോ. അതായത് ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയോ അങ്ങനെയുള്ള ആക്സിഡന്റ്സുകൾ, അപകടങ്ങൾ കേട്ടോ. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അപകടങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തോ? തേർഡ് പോയിന്റിൽ പറയുന്നത്, അതിക്ക് മുന്നത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം. ഈ കമ്മിറ്റി എന്ത് വേണം, ഹോസ്പിറ്റലിലെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്ലാൻസുകൾ, ആക്ഷൻ പ്ലാനുകൾ അല്ലെ, പ്ലാനുകൾ ആസൂത്രണങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ അവിടുത്തെ വർക്കുകളിൽ സൂപ്പർവിഷൻ ചെയ്യണം. അവരുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക. ഇംപ്ലിമെന്റേഷൻസ്, പുതിയ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ ആ മാറ്റങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. മെഷേഴ്സ് ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ അല്ലെ, ഈ മാലിന്യങ്ങള് മിനിമൈസേഷൻ, അതായത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നോക്കാം. As far as possible, purchase of reusable items made of glass and metal should be promoted. അല്ലെ, കഴിയാവുന്നിടത്തോളം റീയൂസബിൾ ആയിട്ടുള്ള ഇപ്പൊ ഗ്ലാസസ് കൊണ്ടോ അല്ലെങ്കിൽ മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക. ചൂസ് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ് അല്ലെ, PVC അല്ലാത്ത രീതിയിലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഉപയോഗിക്കാണ്, കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളത് ഉപയോഗിക്കുക. അഡോപ്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് ഫോർ ദ ജെന്യുവൻ മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് പ്രൊഡ്യൂസർ. അഡോപ്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസി ഫോർ അല്ലെ, ജെന്യുവൻ ആയിട്ടുള്ള നല്ലൊരു വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എന്താണ് ക്രമങ്ങളും അതുപോലെ തന്നെ നടപടികളൊക്കെ പാലിക്കുകയാണ്. കൃത്യമായിട്ടുള്ള പോളിസി പ്രോട്ടോകോൾസ് ഒക്കെ പാലിക്കുകയാണ്. അപ്പൊ നമുക്ക് മാക്സിമം വേസ്റ്റ് ഒക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ് ഇഫക്റ്റീവ് ആൻഡ് സൗണ്ട് റീസൈക്ലിംഗ് പോളിസി ഫോർ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ആൻഡ് കോണ്ടാക്ട് വിത്ത് ഓതറൈസ്ഡ് മാനുഫാക്ചറേഴ്സ് അല്ലെ. നമ്മൾ എഫക്റ്റീവ് ആയിട്ട്, അതായത് റീസൈക്ലിംഗ് പോളിസി ഉപയോഗിക്കാണ്. അതായത് നമ്മൾ എന്താണ് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചറിംഗ് കമ്പനികളെ നമ്മൾ ബന്ധപ്പെടുകയാണ്. അപ്പൊ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്കത് പുനരുപയോഗം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ മാനുഫാക്ചർ കമ്പനികൾ റീസൈക്കിൾ ചെയ്യാനായിട്ടൊക്കെ ഈ വേസ്റ്റുകളൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ. അപ്പൊ അതാത് മാനുഫാക്ചറിംഗ് കമ്പനികളെ ബന്ധപ്പെട്ടിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള നല്ല രീതിയിൽ അതിനെ റീയൂസ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നത്. അല്ലാതെ വേസ്റ്റ് ആക്കി കളയാതെ ചില മാലിന്യങ്ങൾ നമുക്ക് റീയൂസബിൾ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അവരെടുക്കുന്ന മാനുഫാക്ചറേഴ്സ് കമ്പനികളെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അതിന് ഇഫക്റ്റീവ് ആയിട്ട് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വേസ്റ്റ് മിനിമൈസേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, വായിച്ചു നോക്കാം അടുത്ത പോയിന്റ്സ്.
ഫോർത്ത് പോയിന്റ് ഇപ്പൊ പറഞ്ഞ പോയിന്റ് ആണോ? ശ്രദ്ധിച്ചില്ലേ പറഞ്ഞപ്പോ? അതായത് നമ്മൾ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേസ്റ്റ് ആണെങ്കിൽ, അതായത് ഇപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മാനുഫാക്ചറിങ് കമ്പനി റീസൈക്കിൾ ചെയ്യാനായിട്ട് കൊണ്ടുപോകുമല്ലോ, ആ കമ്പനിയെ ബന്ധപ്പെടാൻ. അപ്പൊ അവര് വന്നിട്ട് എന്ത് ചെയ്യും? ഇത് റീയൂസ് ആയിട്ട് അത് കൊണ്ടുപോയിട്ട് ഈ വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം നമുക്ക് എന്താണ് ഒരു പുനരുപയോഗത്തിന് വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് പുനരുപയോഗം ചെയ്യാവുന്ന റീയൂസ് ചെയ്യാൻ സാധിക്കും. വായിച്ചു നോക്കാം കേട്ടോ. അതാണ് ഞാൻ വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കംപ്ലീറ്റ് ചെയ്തോ? അപ്പൊ നമ്മളുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് തമ്മിലൊരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയണില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു പോകാം. അണ്ടർലൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട് എടുത്തപ്പോൾ തന്നെ. എങ്കിലും എവിടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ നമ്മൾ പറഞ്ഞു, ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ലബോറട്ടറി ക്ലിനിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും പുറപ്പെടുവിക്കുന്ന മാലിന്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റിനെ തന്നെ നമ്മൾ വിളിക്കുന്ന അത് ഓൾസോ നോൺ ആസ് ഹെൽത്ത് കെയർ വേസ്റ്റ്. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബയോമെഡിക്കൽ വേസ്റ്റിനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയുന്നത് ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നാണ്. നമ്മൾ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ പഠിച്ചു അല്ലെ? ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ ഹോസ്പിറ്റൽ വേസ്റ്റ് ഈസ് any kind of waste containing infectious material produced during treatment both people and animals. അല്ലെ? ആനിമൽസിന്റെയും പീപ്പിൾസിന്റെയും ചികിത്സാ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ് എന്ത്? ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ. ദെൻ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. 4 ഒബ്ജക്റ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒബ്ജക്റ്റീവ്സ് പഠിക്കുക. ദെൻ റിസ്ക്. ആർക്കൊക്കെയാണ് റിസ്ക് നമുക്കറിയാലോ. ദെൻ സോഴ്സ് ഓഫ് ബയോമെഡിക്കൽ പ്രൈമറി സോഴ്സസ് ഉണ്ട്. Then secondary sources ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഒരു സോഴ്സുകൾ തന്നിട്ട് അത് ഏത് സോഴ്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കാം ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ. Then classification of biomedical waste. WHO ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഏതൊക്കെയാണ്? Then അതിൽ നമ്മൾ നോൺ ഹസാർഡ്സ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്? ഹസാർഡ് വേസ്റ്റുകൾ പഠിച്ചു. Then ഈ ടേബിൾ നമ്മൾ പഠിച്ചു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ടേബിൾ. ഷാർപ്പ് വേസ്റ്റുകൾ വരുന്നത് ഏതൊക്കെയാണ്? ഇൻഫെക്ഷസ് വേസ്റ്റ്, പാത്തോളജിക്കൽ വേസ്റ്റ്, ദെൻ എന്താ ഫാർമസ്യൂട്ടിക്കൽ, കെമിക്കൽ, ഓരോ വേസ്റ്റുകളിലും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് കേട്ടോ. ദെൻ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിൽ MOEF ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു, പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് റൂൾ വന്നത് 1998. പിന്നെ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കിയത് ടേബിൾ ആണ് അല്ലെ? കാറ്റഗറി 10 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്ന ടേബിൾ നമ്മൾ പഠിച്ചു. പഠിച്ചില്ലേ? നമ്മള് ഒരുവിധം പഠിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും. പഠിച്ചില്ലേ? ബാക്കി ആരും റെസ്പോൺസ് ഇല്ലാലോ? ബാക്കി ആരും പഠിച്ചിട്ടില്ല എന്നാണോ അതിനർത്ഥം? കുറെ ക്ലാസ്സുകളിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയിപ്പിച്ചില്ല നിങ്ങളെ കൊണ്ട്. ഓക്കെ. അപ്പൊ വേസ്റ്റിന്റെ കാറ്റഗറി നോക്കുക, ടൈപ്പ് ഓഫ് വേസ്റ്റ് നോക്കുക, കളർ കോഡ് കൃത്യമായിട്ട് നോക്കുക കേട്ടോ. ഡിസ്പോസൽ മെത്തേഡ് നിങ്ങൾക്ക് അറിയാലോ. ഏത് ടൈപ്പ് വേസ്റ്റ് ആണെന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ അത് ഏത് രീതിയിൽ അതിനെ ഡിസ്പോസൽ ചെയ്യണം എന്നുള്ളൊരു ചെറിയ ഐഡിയ ഒക്കെ നമുക്കുണ്ട് അല്ലെ? അപ്പൊ ആ ടേബിള് ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻസ് പല രീതിയിലും ചോദിക്കാം. സോ നന്നായിട്ട് പഠിക്കാം. ഇനിയും പഠിക്കാത്തവർ ഉണ്ടാകും, ഇല്ലാന്നല്ല ഉണ്ടാകും. സോ എന്ത് വേണം? അത് കൃത്യമായിട്ട് പഠിക്കാം. അതിൽ നിന്ന് നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. Then transportation and സ്റ്റോറേജിനാണ് നമ്മൾ പറഞ്ഞത്. ഒരു ഡോക്യുമെന്റിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നത് ആരാണ്? സൈൻ ചെയ്യുന്നത് നോക്കാതെ ആൻസർ പറയാൻ പറ്റുമോ? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നത് ആരാണ്? ഡോക്ടർ ഓർ നേഴ്സ്? ഓക്കെ. ദെൻ നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ പറഞ്ഞു. ഗ്ലൗസ് യെല്ലോ കളർ ആയിരിക്കണം ഗ്ലൗസ്. ദെൻ അപ്രോൺസ്, മാസ്ക്, ബൂട്ട്സ് അല്ലേ? ഇനി നമ്മൾ നോക്കിയത് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്സുകളാണ്. ഓരോ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡുകൾ അതിനകത്ത് എല്ലാ മെത്തേഡുകളും എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ.
Then benefits of biomedical waste management. Important ആണ് ബെനിഫിറ്റ്സുകൾ പഠിക്കണം. Then ഇമേജിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഇമേജിൽ ഒന്നും പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞു. ഇമേജ് എന്നാണ് നിലവിൽ വന്നത്, എവിടെയാണ്, then ഫുൾ ഫോം പഠിച്ചിരിക്കണം. 3 പറയാലോ, അറിയില്ലേ? ഇമേജിന്റെ ഫുൾ ഫോം സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. then ഇയർ 14th December 2003. ഈ 3 കാര്യങ്ങൾ അതിൽ ഷുവർ ആയിട്ട് പഠിച്ചിരിക്കുക. then സിമ്പിൾസ് ആണ്. സിമ്പിൾസ് ഒന്ന് നോക്കി വെക്കാം, എളുപ്പമാണ്. ബയോഹസാർഡ്സിന്റെ സിമ്പിൾ ആണ് ഇത്. വാർണിംഗ് ഇൻഫെക്ഷൻസ് തന്നിട്ടുണ്ടാകും. സൈറ്റോടോക്സിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. കോഷൻ കീമോതെറാപ്പി. കണ്ടോ, ഒരു സി പോലെ ഇട്ടിട്ടില്ലേ? സി പോലെ കണ്ടോ, ചിഹ്നത്തിൽ കണ്ടോ സി പോലെ? അപ്പൊ തന്നെ മനസ്സിലാക്കണം കീമോതെറാപ്പി ആണ്. കണ്ടോ, ഒരു സി പോലെ തോന്നുന്നില്ലേ നിങ്ങൾക്ക് ആ പിക്ചർ കണ്ടിട്ട്? ഓക്കെ, നമ്മൾ എടുത്ത മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? then വേസ്റ്റ് മിനിമൈസേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ബയോ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ വരുന്നത്. ഓക്കെ ആണോ എല്ലാവർക്കും? പഠിച്ചില്ലേ? ഒരു 50% നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു ചാപ്റ്റർ പഠിച്ചോ? നമ്മൾ എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ഒരു പകുതി ഹാഫ് പോർഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഹാഫ് വേണ്ട, ഒരു 30% എങ്കിലും പഠിച്ചോ എല്ലാവരും? ഉറപ്പാണോ? ഓക്കെ, then നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്റർ ടീച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു ചാപ്റ്റർ കൂടിയാണ് നമുക്ക് ഈ ഒരു മിസ് എടുക്കുന്ന ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ലബോറട്ടറി സർവീസ് എടുത്തിട്ടില്ലല്ലോ? ലബോറട്ടറി എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും മിസ്സുമാര് എടുത്തിട്ടില്ല? ഓക്കെ, ഇപ്പൊ പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ലബോറട്ടറി സർവീസ് അല്ലേ? കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലബോറട്ടറിനെ കുറിച്ച് അറിയാൻ പറ്റും. ലബോറട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നവരോ വർക്ക് ചെയ്യുന്നവരോ ആരെങ്കിലും ഉണ്ടോ? അറിയില്ല? പറഞ്ഞു തരാൻ നമുക്ക് എളുപ്പമാക്കുമല്ലോ. ആരുമില്ല? ലബോറട്ടറി പഠിക്കുന്നവരോ അല്ലെങ്കിൽ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ട് ആരുമില്ല? ഇത് പറയാനിട്ടാണോ? സത്യസന്ധമായിട്ട് തന്നെയാണോ? ഓക്കെ, നോക്കാം. നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലബോറട്ടറി അല്ലെ? എല്ലാവരും തന്നെ ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ, ലബോറട്ടറി പുറത്തുണ്ട്. എങ്കിലും എല്ലാവരും തന്നെ ലബോറട്ടറിയിൽ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രാവശ്യങ്ങളിൽ പോയി കാണല്ലോ. ഒരു ഒന്നല്ല അല്ലെ? പോയി കാണില്ലേ? ലബോറട്ടറി കാണാത്തവരാരെങ്കിലും ഉണ്ടോ? ലബോറട്ടറിയുടെ ഉള്ളിൽ പ്രവേശിക്കാത്തവരുണ്ടോ? ഇല്ലാലോ? എല്ലാവർക്കും തന്നെ അറിയാം ലബോറട്ടറി അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് ലബോറട്ടറി? ലബോറട്ടറിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് ലബോറട്ടറിനെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ്? ടെസ്റ്റുകളാണ്. ഓക്കെ, വേറെ എന്തൊക്കെയാണ് ലബോറട്ടറിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത്? ഒന്നും അറിയില്ല. ഹോസ്പിറ്റലിൽ മാത്രമാണോ ലബോറട്ടറി ഉള്ളത്? ഹോസ്പിറ്റലിനുള്ളിൽ മാത്രമാണോ? അല്ല. മറിച്ച് പ്രൈവറ്റ്സ് ആയിട്ട് ഒത്തിരി ലബോറട്ടറീസുകൾ ഉണ്ട്. ഇനി എല്ലാ ലബോറട്ടറികളും ഒരേപോലെ തന്നെയായിരിക്കും? എല്ലാ ലബോറട്ടറികളും സെയിം ആണോ? അല്ല. എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ലബോറട്ടറി? ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും അല്ലെ? ഫെസിലിറ്റീസിൽ മാത്രമാണോ? ചിലപ്പോ അവിടുത്തെ ടെസ്റ്റുകൾ വ്യത്യാസം ഉണ്ടാകും അല്ലെ? ഇപ്പൊ എക്യുപ്മെന്റ് ആവാം, ടെസ്റ്റുകൾ വ്യത്യാസം ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ചിലപ്പോ ഡോക്ടർ നിങ്ങളോട് ഏതെങ്കിലും ടെസ്റ്റ് ചെയ്തു, അപ്പൊ നമ്മൾ ലബോറട്ടറി ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. അവർ ചിലപ്പോൾ അവിടെ ചെയ്തിട്ട് റിസൾട്ട് വേറെ അയക്കും അല്ലെ? അങ്ങനെയല്ലേ? മറ്റവരുടെ ഏതെങ്കിലും ബ്രാഞ്ചിലോട്ടൊക്കെ ആയിരിക്കും അയക്കുന്നത്. അല്ലെങ്കിൽ അവർ പറയും ഇവിടെ ഇല്ല, നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഇല്ല, നിങ്ങൾ എന്ത് ചെയ്യാ, വേറെ ഏതെങ്കിലും ലബോറട്ടറി ചൂസ് ചെയ്യാൻ പറയും അല്ലേ? അപ്പൊ എല്ലാ ലബോറട്ടറിയും ഫെസിലിറ്റീസ് ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ടെസ്റ്റുകൾ ചെയ്യുന്നതും ഒരേപോലെയില്ല, വ്യത്യസ്തപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം ലബോറട്ടറിനെ കുറിച്ച്. ഓക്കെ, നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തോട്ട് പോകാം. ഈ മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി രണ്ട് രീതിയിലും പറയാം കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയാം, ഓർ ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറയാം. A medical laboratory or clinical laboratory is a place where tests are done on clinical specimen to get information about the health care of a patient to help in diagnosis, treatment, prevention of diseases. Medical laboratories differ. Prevention of diseases. അവിടെ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നോൺ സ്റ്റോപ്പ് ഇല്ലാണ്ട് ഇങ്ങനെ പോയിരിക്കുകയാണ്. ഓക്കെ,
പ്രിവെന്റേഷൻ ഓഫ് ഡിസീസസ് കഴിഞ്ഞിട്ട് ഒരു കുത്തിട്ട് കൊടുക്കാം, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. ഓക്കെ ആയില്ല സെന്റൻസ്? ക്ലിയർ ആയോ? ഓക്കെ, അതിനൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഞാൻ വായിക്കാം, അണ്ടർലൈൻ ചെയ്യാം. എ മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി is a place where tests are done on clinical specimens to get information about health of a patient to help diagnosis, treatment and prevention of diseases. അത്രയും ഭാഗം അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? ഓക്കെ, നോക്കാം. ഒരു ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിന്റെ ഒരു രോഗിയുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് അവന്റെ ഡിസീസസ് എന്നാണോ? ഡിസീസസ് എന്നാണ് കേട്ടോ. പ്രിവെന്റേഷൻ ഓഫ് ഡിസീസസ് എസും കൂടി ചേർത്തോ, നോക്കിയില്ല കേട്ടോ മിസ്. ഓക്കെ, ഡിസീസസ് എന്നാക്കിയിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കാം. സോ ഒരു മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിന്റെ അല്ലെ ഒരു രോഗിയുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് സാമ്പിളുകളിൽ നിന്നും, സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എക്സാമ്പിൾ പറയുന്നത്? സാമ്പിൾസ് അല്ലെ, രോഗിയുടെ അസുഖം കണ്ടെത്താനായിട്ട് അല്ലെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള വിവരം ലഭിക്കുന്നതിന് പേഷ്യൻസിന്റെ സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശോധനകൾ നടത്തുന്ന ആ ഒരു പ്ലേസിനെയാണ് എന്ത് വിളിക്കുക? ലബോറട്ടറി എന്ന് പറയുന്നത് അല്ലെ. യൂറിനും ബ്ലഡും ഇതൊക്കെയാണ് സാമ്പിൾസ് എന്ന് പറയുന്നത്. സോ ഒരു പേഷ്യന്റിന്റെ അസുഖം, രോഗം എന്താണെന്ന് കണ്ടെത്താനും അതുപോലെ തന്നെ പ്രിവെന്റേഷൻ ഓഫ് ഡിസീസസ്, രോഗത്തെ തടയാനും then അതിന്റെ ട്രീറ്റ്മെന്റ്, ചികിത്സ എടുക്കാനും വേണ്ടി സാമ്പിളുകളിൽ നിന്നും പരിശോധന നടത്തുന്ന ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെഡിക്കൽ ലബോറട്ടറി അല്ലെ. ലബോറട്ടറി എന്ന് പറയാൻ സാമ്പിളുകളിൽ നിന്നും നമ്മൾ എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കുകയാണ്. ദെൻ അതിൽ നിന്നാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തല്ലോ എന്താണ് ലബോറട്ടറി എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ നോക്കി. മെഡിക്കൽ ലബോറട്ടറീസ് differ in size and complexity and so provide different type of testing services. അല്ലെ, നമ്മൾ പറഞ്ഞു എല്ലാ മെഡിക്കൽ ലബോറട്ടറിയും ഒരേപോലെയല്ല അല്ലെ. നിങ്ങൾ പറഞ്ഞു ഫെസിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും, അതിലെ സൈസിൽ വ്യത്യാസം ഉണ്ടാവും, അതുപോലെ തന്നെ അവർ നൽകുന്ന ടെസ്റ്റിംഗ് സർവീസുകളിൽ വ്യത്യസ്തം ഉണ്ടാകാം. മെഡിക്കൽ ലബോറട്ടറി is a part of laboratory that is equipped with various biomechanical instruments, equipments, materials and reagents, അതായത് chemicals, for carrying out different laboratory investigative activities by using biological specimens. നമ്മൾ പറഞ്ഞു എല്ലാ ലബോറട്ടറിയും ഒരേപോലെയല്ല, അവിടുത്തെ സൈസ് വ്യത്യാസം ഉണ്ടാകാം, അല്ലെങ്കിൽ ഫെസിലിറ്റി വ്യത്യാസം ഉണ്ടാകാം, ടെസ്റ്റുകൾ വ്യത്യാസം ഉണ്ടാകാം. അതുപോലെ തന്നെ ലബോറട്ടറി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. എന്തൊക്കെയാണ്? ബയോമെക്കാനിക്കൽ, അവിടുത്തെ ഇൻസ്ട്രുമെന്റ്സിൽ നിങ്ങൾ പറഞ്ഞായിരുന്നു എക്യുപ്മെന്റ്സ് അല്ലെ, എക്യുപ്മെന്റ്സിൽ മാറ്റം ഉണ്ടാകാം, അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അതുപോലെ തന്നെ റിയേജൻസ്, കെമിക്കൽസിൽ വ്യത്യാസം ഉണ്ടാകാം. ഓക്കെ, then for carrying out different laboratory investigative activities by using biological specimens. പക്ഷെ എല്ലാ ലബോറട്ടറിയിലും നമ്മൾ ബയോളജിക്കൽ സ്പെസിമെൻസ് വെച്ചാണ് അല്ലെ. അതായത് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാ ലബോറട്ടറിയിലും ഈ ബയോളജിക്കൽ സ്പെസിമെൻസ് വഴിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തൊക്കെയാണ് ബയോളജിക്കൽ സ്പെസിമെൻസ്? ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് കണ്ടോ, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സാമ്പിൾസ് അല്ലെങ്കിൽ സ്പെസിമെൻസ് ആണ് അല്ലെ. ബ്ലഡ് സിറം, പ്ലാസ്മ, യൂറിൻ ആൻഡ് സ്റ്റൂൾ. എന്താ യൂറിൻ, അതുപോലെ തന്നെ എന്താണ് മലമൂത്ര വിസർജനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ബേസിസിലാണ് നമ്മൾ ചികിത്സ നിർണ്ണയിക്കുന്നതും അസുഖം കണ്ടെത്തുന്നതും. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് വായിച്ചത്. നിങ്ങളെ ഞാൻ പറയിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലെ, നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ലബോറട്ടറി വായിച്ചു നോക്കുക, ഇൻട്രൊഡക്ഷൻ മാത്രം ഉണ്ടോ.
സ്റ്റൂൾ മനസ്സിലായില്ല. യൂറിൻ അറിയാലോ. നമ്മള് യൂറിൻ മൂത്രം അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇപ്പൊ യൂറിനും സ്റ്റൂളും അതായത് മലമൂത്ര വിസർജനം എന്ന് പറയില്ലേ. ഓക്കെ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഭാഗം വായിച്ചില്ല എല്ലാവരും? ഓക്കെ ആണോ? The next one നോക്കാം. The objectives of a medical laboratory are providing its customers, physicians-നായാലും patients-നായാലും എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് exact results which share clinical treatment, അല്ലെ? എക്സാക്ട് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കണം ഒരു മെഡിക്കൽ ലബോറട്ടറിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെ? തെറ്റായിട്ടുള്ള റിസൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമൂലം ചികിത്സയിലും വ്യത്യാസങ്ങൾ വരും. സോ ഒരു എക്സാക്ട് റിസൾട്ട് ആയിരിക്കണം നമ്മൾ ഒരു ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്സിന് വേണ്ടി ലബോറട്ടറി പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ നോക്കാം. ഫങ്ഷണൽ ഡിവിഷൻ ഓഫ് എ ലാബ് സർവീസസ്. അപ്പോ ലാബ് സർവീസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 5 ഡിവിഷൻസ്. ലബോറട്ടറിയുടെ ഫങ്ഷൻസ് ആണ് 5 ഡിവിഷൻസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിൻ അനാലിസിസ് ആൻഡ് ബ്ലഡ് ബാങ്ക്. ഓക്കെ, അപ്പോ 5 ആയിട്ടാണ് അതിന്റെ ഫങ്ഷണൽ തിരിച്ചിരിക്കുന്നത്. ക്ലിനിക്കൽ പാത്തോളജി, then ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ഇല്ലേ? അപ്പോ ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പാത്തോളജി എന്ന് പറയുന്നത്? പാത്തോളജി സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് പാത്തോളജി. ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീര സ്രവങ്ങൾ വഴി, അതായത് ഇപ്പൊ യൂറിൻ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ അല്ലെ, ശരീര സ്രവങ്ങൾ, ടിഷ്യൂസ്, ബ്ലഡ്, യൂറിൻ അല്ലെ, എന്നിവ വെച്ചിട്ട് അങ്ങനെയുള്ള സാമ്പിൾസുകൾ വഴി രോഗം നിർണ്ണയിക്കുന്നതും അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ്സ് ഒക്കെ നടത്തുന്നതിനെയാണ് നമ്മൾ ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ബോക്സിൽ പഠിക്കാനുണ്ട്. ഇനി ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മള് മൈക്രോബയോളജി സൂക്ഷ്മ മൈക്രോ ഓർഗാനിസത്തെ കുറിച്ചിട്ടൊക്കെയുള്ള അങ്ങനെയുള്ളത് നമ്മുടെ ഹ്യൂമൻ ബോഡീസിലുള്ള മൈക്രോ ഓർഗാനിസംസ് വഴിയുള്ള അസുഖങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ക്ലിനിക്കൽ അങ്ങനെയുള്ള ടെസ്റ്റുകളാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി. ഇനി ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ഹോർമോൺസ് ടെസ്റ്റുകൾ അല്ലെ. ഇപ്പൊ നമ്മളുടെ തന്നെ ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഹോർമോൺ ചേഞ്ചസ് മൂലം വരുന്ന പ്രോബ്ലംസും അങ്ങനെയുള്ളവ കണ്ടുപിടിക്കുന്നതാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. യൂറിൻ അനാലിസിസ്, യൂറിൻ പരിശോധനകളും മറ്റും. ബ്ലഡ് ബാങ്ക്. ഇത്രയുമാണ് ഒരു ഫങ്ഷണൽ ഡിവിഷൻ ഓഫ് ലബോറട്ടറി സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവ ഓരോന്നിലും എന്തെല്ലാം ടെസ്റ്റുകൾ അല്ലെങ്കിൽ എന്തെല്ലാമാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കാം. ക്ലിനിക്കൽ പാത്തോളജി. ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു ശരീരസ്രവങ്ങള്, യൂറിൻ അല്ലെങ്കിൽ ബ്ലഡ് അല്ലെങ്കിൽ ടിഷ്യൂസ് ഇവയുടെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രോഗനിർണയം ചെയ്യുന്നത്. ഇനി ക്ലിനിക്കൽ പാത്തോളജിയിലെ കീഴിൽ വരുന്നത് എന്തൊക്കെയാണെന്ന്, ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ബോക്സ്. കാരണം ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ പാത്തോളജിയുടെ കീഴിൽ വരുന്നത് എന്തൊക്കെയാണ്? ഹെമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി, റുട്ടീൻ പാത്തോളജി. ഇവ 4ഉമാണ് ക്ലിനിക്കൽ പാത്തോളജിയുടെ ബേസ് ചെയ്ത് വരുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. ഹ്യൂമറ്റോളജി. എന്താ ഹ്യൂമറ്റോളജി എന്ന് പറഞ്ഞാല് കേട്ടിട്ടുണ്ടോ?
ബ്ലഡിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് സ്റ്റഡി ഓഫ് ബ്ലഡ്സ്. ബ്ലഡ് സാമ്പിളുകളൊക്കെ പരിശോധിച്ചിട്ടുള്ള രോഗനിർണയം നടത്തുന്ന ഏരിയയാണ് എന്ത് ഹീമറ്റോളജി. ഫസ്റ്റ് ഞാൻ പറഞ്ഞു പോകാം, ദെൻ ചെറിയൊരു ഷോർട്ട് നോട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട് കേട്ടോ. ചെറിയൊരു കുഞ്ഞു നോട്ട്. ഓക്കെ, വായിച്ചു കഴിഞ്ഞിട്ട് ടെക്സ്റ്റിൽ തന്നെ നോട്ട് ചെയ്താലും മതി. ദെൻ നെക്സ്റ്റ് വൺ ഹിസ്റ്റോപാത്തോളജി. എന്താ ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്നത്? ടിഷ്യൂസ് ആണ് അല്ലെ, സെൽസ് ടിഷ്യൂസിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. സ്റ്റഡി ഓഫ് ടിഷ്യൂസ്, നമ്മുടെ കോശങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത്. ദെൻ റൊട്ടീൻ പാത്തോളജി. റൊട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ഡയഗ്നോസിസുകൾ, രോഗനിർണയങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ക്ലിനിക്കൽ പാത്തോളജിയിൽ വരുന്നത്. ഹെമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി. സൈറ്റോളജി വിട്ടുപോയ അല്ലെ. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽസ് ആണ് കേട്ടോ. ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ ടിഷ്യൂസ്. ഓക്കെ, ദെൻ റൊട്ടീൻ പാത്തോളജി എന്ന് പറയുന്നത് ഏതാണ്? ഡയഗ്നോസ്റ്റിക്കുകൾ. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് പോലെ ടെക്സ്റ്റിൽ തന്നെ ആ ടേബിളിന്റെ സൈഡിൽ ഒന്ന് എഴുതി വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് റഫ് ബുക്കിൽ നോട്ട് ചെയ്യണമെങ്കിൽ റഫ് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കാം. എന്ത് വേണം? റഫ് ബുക്കിൽ നോട്ട് ചെയ്താൽ മതിയോ? ലാസ്റ്റ് കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് മതിയോ? ടെക്സ്റ്റിൽ തന്നെ എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ റഫ് നോട്ടിൽ ചെറുതായിട്ട് എഴുതി വെക്കാം. ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണെന്ന് മാത്രം. ഓക്കെ, അത് കംപ്ലീറ്റ് എടുത്തിട്ട് മിസ് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് റഫ് നോട്ട് എടുത്താൽ മതി. കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ട് പറയാം. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോലെ അതെയോ? ഓരോന്നും എഴുതി പോണോ? ഓക്കെ, കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. നോക്കാം. അപ്പൊ ക്ലിനിക്കൽ പാത്തോളജിയിലെ സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഏതൊക്കെയാണ് വരുന്നത് എന്നാണ് പറഞ്ഞത്. ഇനി ക്ലിനിക്കൽ മൈക്രോബയോളജി അല്ലെ, സൂക്ഷ്മ ജീവികളെ കുറിച്ചിട്ടും അങ്ങനെ വരുന്നതാണ് എന്ത് മൈക്രോബയോളജി. എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയോളജി, എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഇപ്പൊ ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ? ബാക്ടീരിയയും അല്ലെ, ബാക്ടീരിയ വഴിയുള്ള അസുഖങ്ങളും അതിനെ കുറിച്ചിട്ടുള്ള പഠനം, സ്റ്റഡി ഓഫ് ബാക്ടീരിയ. മൈക്രോ ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസം അല്ലെ, സൂക്ഷ്മജീവികളെ കുറിച്ചുള്ളത്. വൈറോളജി എന്തായിരിക്കും? വൈറോളജി വൈറസുകളെ കുറിച്ചിട്ടുള്ളതാണ് അല്ലെ. മൈക്കോളജി, മൈക്കോളജി എന്ന് പറഞ്ഞാലോ മൈക്കോളജി ഫംഗസ് ഇല്ലേ, ഫംഗസുകളെ കുറിച്ചിട്ടുള്ളത്. ഫംഗസുകളൊക്കെ വരാറുണ്ട് അല്ലെ, ഫംഗസ് മൂലം അണുബാധയൊക്കെ വരുന്ന നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, ഫംഗസ്, ഫംഗി. പിന്നെ പാരാസൈറ്റോളജി, പാരസൈറ്റ്സ് മൂലം, പരാജങ്ങൾ മൂലം വരുന്ന അസുഖങ്ങളും മറ്റും കാര്യങ്ങളും. ഇമ്മ്യൂണോളജി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ, ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ള പഠനം. സെറോളജി, സെറോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറോളജി ബ്ലഡ് സെറം അല്ലെ, നമ്മുടെ സ്റ്റഡി ഓഫ് ബ്ലഡ് സെറം. ഇത്രയുമാണ് ക്ലിനിക്കൽ മൈക്രോ ബയോളജിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ക്ലിനിക്കൽ ബയോകെമിസ്ട്രി കണ്ടോ, ബയോകെമിക്കൽ അനാലിസിസ്, അതോടൊപ്പം തന്നെ ഹോർമോണൽ അസൈസ്. ഹോർമോണൽ ഇംബാലൻസ് മൂലമൊക്കെ പ്രകൃതി അസുഖങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഹോർമോൺ ടെസ്റ്റുകൾ ബയോകെമിക്കൽ അനാലിസിസിൽ വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ടേബിളിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇനി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടെക്സ്റ്റിൽ എഴുതണവർക്ക് ടെക്സ്റ്റിൽ എഴുതി വെക്കുക, സൈഡിൽ തന്നെ കുഞ്ഞുകാക്കി എഴുതി പോയാൽ മതി. റഫ് ബുക്ക് എടുത്ത് എഴുതണമെങ്കിൽ റഫ് ബുക്ക് എടുത്ത് എഴുതിക്കോളും. നോക്കാം. ക്ലിനിക്കൽ പാത്തോളജി അതിൽ പറയുന്നത് എഴുതാം കേട്ടോ. ഹിമറ്റോളജിയുടെ അവിടെ സൈഡിൽ ടെക്സ്റ്റിലാണെങ്കിൽ ഒരു കുഞ്ഞു ഹൈഫൻ ഇടാം, അല്ലെങ്കിൽ റഫ് ബുക്കിൽ അങ്ങനെയാണെന്ന് വെച്ച് എഴുതിക്കോളൂ കേട്ടോ. ഹിമറ്റോളജി സ്റ്റഡി ഓഫ് ബ്ലഡ് അങ്ങനെ എഴുതിയാൽ മതി, ഒറ്റ വാക്കിൽ എഴുതി പോയാൽ മതി. അങ്ങനെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, സ്റ്റഡി ഓഫ് ബ്ലഡ്. ഇനി ഹിസ്റ്റോപാത്തോളജി, സ്റ്റഡി ഓഫ് ടിഷ്യൂസ്, സ്റ്റഡി ഓഫ് ടിഷ്യൂ. ഹിസ്റ്റോപാത്തോളജി, സ്റ്റഡി ഓഫ് ടിഷ്യൂ. Then cytology, study of cells. Study of cell. Routine pathology. Routine pathology means diagnosis. Diagnosis എഴുതിയാൽ മതി. രോഗനിർണയങ്ങൾ നടത്തുന്നത്.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? ക്ലിനിക്കൽ പാത്തോളജി കംപ്ലീറ്റ് ചെയ്തോലാവോ? Then clinical microbiology la bacteriology, study of bacteria. Last one diagnosis. Diagnosis ചെയ്യാൻ മതി, ട്രീറ്റ്മെന്റ് രോഗനിർണയത്തിന് വേണ്ടിയിട്ട്. Then clinical microbiology la first one bacteriology, study of bacteria. Study of bacteria. Then microbiotechnology, bacteriology, microbacteriology. Microbacteriology പറയുന്നത് എന്താണ്? Study of microorganisms. Microbacteriology എന്ന് പറഞ്ഞാൽ microorganism. Study of microorganism. Then virology, study of virus. Spelling the virus, VIRUS. Study of virus. Then mycology, study of fungi. FUNGI, fungi. FUNGI. Spelling the opposite of fungi. Fungus. Study of fungi. Then parasitology, study of parasites. PARASITIES, parasites. പരാഗങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം. Study of parasites. Then immunology, study of immune system. Immunology, study of immune system. Then last one, serology, study of blood serum. Serology, study of blood serum. Blood serum. Immunology ആണോ? Immunology, study of immune system. Study of immune system. Okay, complete ചെയ്തില്ലേ clinical microbiology. Then clinical biochemistry la biochemical analysis. അത് പ്രത്യേകിച്ച് എഴുതാനൊന്നുമില്ല. നമ്മൾ എന്താണ് ഇതുപോലെ തന്നെ ഹോർമോൺസിന്റെ ഒക്കെ അതാണ് മെയിൻ ആയിട്ട് അതിൽ അത് പറയുന്നത്. Then hormonal assays. Hormonal assays, അതായത് ഹോർമോണൽ ഇംബാലൻസ് മൂലം വരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള മീൻസ് ഹോർമോണൽ ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യുമല്ലോ. ഏതൊക്കെയാണ്? ഏതെങ്കിലും രണ്ട് എക്സാമ്പിൾ ഒന്ന് എഴുതി വെക്കാം അവിടെ. ഹോർമോണൽ ചേഞ്ചസ് മൂലം വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഹോർമോണൽ ഇംബാലൻസ് മൂലം വരുന്നത് ഒന്നും അസുഖങ്ങളൊന്നുമില്ല. തൈറോയിഡ് ഇല്ലേ? ഹോർമോണൽ ചേഞ്ചസ് മൂലം വരുന്നതല്ലേ? ആണോ? തൈറോയിഡ്, PCOD, PCOS അങ്ങനെയുള്ള ഏതെങ്കിലും രണ്ട് എക്സാമ്പിൾ എഴുതാം കേട്ടോ. PCOD എഴുതാം, then തൈറോയിഡ് എഴുതിക്കോളും. ഓക്കെ, രണ്ട് എക്സാമ്പിൾ എഴുതിക്കോളും. എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാം. ഹോർമോണൽ അസൈസിന് ഏതെങ്കിലും എക്സാമ്പിൾ ഒക്കെ ചോദിക്കാം. PCODയും then തൈറോയിഡ് ഏതെങ്കിലും രണ്ടെണ്ണം ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എഴുതി വെച്ചതൊന്ന് വായിച്ചു നോക്കി. ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം കേട്ടോ. എഴുതിയത് വായിക്കാം. then
ഇവിടെ തുടങ്ങി ഒന്ന് വായിക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് എ മെഡിക്കൽ ലബോറട്ടറി തുടങ്ങി നമ്മൾ എഴുതിയതും വായിച്ചു പോകാം. കംപ്ലീറ്റ് ചെയ്തോ? സ്റ്റഡീസ് എല്ലാം വായിക്കുന്നോട്ട് എക്സാമിന് ഇത് ചോദിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഒരു ഹൈറാർക്കിയാണ്. അതായത് ഒരു ലബോറട്ടറി എന്ന് പറയുമ്പോൾ അവിടെയുള്ളൊരു പൊസിഷൻസ് അല്ലെ, അവിടെ ഒത്തിരി സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവരുടെ ഒരു പൊസിഷൻ എങ്ങനെയാണെന്ന്, അത് ഹൈറാർക്കി പൊസിഷൻ ആണ് തന്നിരിക്കുന്നത്. പൊസിഷൻ, ദെൻ അവരുടെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്താണ്, ദെൻ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ഇത് ഒരു ടേബിൾ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പൊസിഷൻ നോക്കണം, അതുപോലെ റെസ്പോൺസിബിലിറ്റീസും പഠിക്കാം. മെയിൻ ആയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കാം. ദെൻ ട്രെയിൻ എഡ്യൂക്കേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ ഞാൻ പറയുന്നില്ല, അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണ് അവരുടെ എഡ്യൂക്കേഷൻ. മെയിൻ ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് റെസ്പോൺസിബിലിറ്റീസ് വെച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് വരാറ്. ഓക്കെ, ക്ലിയർ ആയി ഞാൻ പറഞ്ഞത്? ഇത് പഠിക്കണ്ടെന്നല്ല പറയുന്നത്, പഠിക്കുമ്പോ പൊസിഷനും റെസ്പോൺസിബിലിറ്റീസും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ദെൻ എഡ്യൂക്കേഷൻ ട്രെയിനിങ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ആരൊക്കെയാണ് ഈ ലബോറട്ടറി ഹൈറാർക്കിയിൽ വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ലബോറട്ടറി ഡയറക്ടർ, ദെൻ അതിന്റെ ഡയറക്ടറിന്റെ കീഴിൽ ഏറ്റവും ടോപ്പിലെപ്പോഴും ആരായിരിക്കും? ഡയറക്ടർ ആയിരിക്കും. ദെൻ ലബോറട്ടറി ഡയറക്ടറിന്റെ കീഴിൽ വരുന്നത് ടെക്നിക്കൽ സൂപ്പർവൈസർ, ദെൻ ജനറൽ സൂപ്പർവൈസർ, ദെൻ MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ദെൻ പിബിറ്റോമിസ്റ്റ് PBT. ഓക്കെ, ഇനി നമുക്ക് ഇവർ ഓരോരുത്തരുടെയും എഡ്യൂക്കേഷൻ എന്താണ്, അവർ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ലബോറട്ടറി ഡയറക്ടർ അല്ലെ. ഡയറക്ടർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയായിരിക്കും. എഡ്യൂക്കേഷൻ നോക്കാം. ഡോക്ടറൽ ഡിഗ്രി, എക്സാമ്പിൾ MD PhD അല്ലെ. MD എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡോക്ടർ ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ഫിസിയോളജി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ അങ്ങനെ എന്താണ് ഫിലോസഫി എടുത്ത ഒരു വ്യക്തിയായിരിക്കും. PhD ഫിലോസഫി ആയിരിക്കും, ഡോക്ടർ ഓഫ് ഫിലോസഫി എടുത്ത ഒരു വ്യക്തിയായിരിക്കും. ദെൻ MD. Then sometimes a medical laboratory scientist, board certification recommended. അതുപോലെ തന്നെ ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷൻ ഒക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. Then sometimes അദ്ദേഹം ലബോറട്ടറി സയന്റിസ്റ്റും ആവാണ്. MD അല്ലെങ്കിൽ PhD ആണ് മെയിൻ ആയിട്ട് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇമ്പോർട്ടന്റ്, നോക്കാം. കൺട്രോൾ ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻസ് ആൻഡ് എൻഷുർ ക്വാളിറ്റി പേഷ്യന്റ് കെയർ. ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക. ദെൻ പേഷ്യൻസിന് ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുക. എക്സ്പ്ലെയിൻ ടെസ്റ്റ് റിസൾട്ട് വിത്ത് കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റ് അല്ലെ. അതായത് കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റുമായിട്ട് റിസൾട്ട് വിശകലനം ചെയ്ത് കൊടുക്കാം. പേഷ്യന്റിനൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൊടുക്കാം. അദ്ദേഹത്തിന്റെ റിസൾട്ട് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ, കാരണം അത്രയും എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഒക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കും.
ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ലബോറട്ടറി ഡയറക്ടർ ആണ് ആ ലബോറട്ടറിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതും. MD ഓർ PhD ആണ് അദ്ദേഹത്തിന്റെ മെയിൻ എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലബോറട്ടറി ഡയറക്ടർ കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന സ്റ്റാഫാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. നോക്കാം, ഡോക്ടറൽ ഡിഗ്രി MD ഓർ PhD, അദ്ദേഹവും ചിലപ്പോ MD PhD ഉള്ള വ്യക്തി ആയിരിക്കാം. മേ ബി മാസ്റ്റർ ഓർ ബാച്ചിലർ ഡിഗ്രി എക്സ്പീരിയൻസ് വിത്ത് ബോർഡ് സർട്ടിഫിക്കേഷൻ, എല്ലാം ബോർഡ് സർട്ടിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളായിരിക്കണം കേട്ടോ. അപ്പോ MD അല്ലെങ്കിൽ PhD ആയിരിക്കാം. ദെൻ അല്ലെങ്കിൽ മാസ്റ്റർ ബാച്ചിലർ ഡിഗ്രി എടുത്തൊരു വ്യക്തി ആയിരിക്കും ടെക്നിക്കൽ സൂപ്പർവൈസർ. ദെൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫങ്ഷൻസ് ഓഫ് ലാബ്. ലബോറട്ടറിയിലെ ടെക്നിക്കൽ പരമായിട്ടും അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും ഒരു മേൽനോട്ടം വഹിക്കുക. ഇതാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ ചെയ്യുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്ന വ്യക്തി ജനറൽ സൂപ്പർവൈസർ. മേ ബി ദ സെയിം പേഴ്സൺ ആസ് ദ ലാബ് ഡയറക്ടർ, ഒന്നില്ലെങ്കിൽ ലാബ് ഡയറക്ടർ തന്നെയായിരിക്കും ജനറൽ സൂപ്പർവൈസർ ഓർ ടെക്നിക്കൽ സൂപ്പർവൈസർ. ചിലപ്പോൾ ടെക്നിക്കൽ സൂപ്പർവൈസർ തന്നെയായിരിക്കും ജനറൽ സൂപ്പർവൈസർ, അല്ലെങ്കിൽ ഡയറക്ടർ തന്നെയായിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ലാബ് ആൻഡ് എക്സ്പീരിയൻസ്, അല്ലെ, അവരുടെ എക്സ്പീരിയൻസിന്റെ അനുസരിച്ച് ചിലപ്പോൾ ടെക്നിക്കൽ സൂപ്പർവൈസർ തന്നെ ജനറൽ സൂപ്പർവൈസർ ആവാം. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? MLS ഓർ MT, MLT മേ ബി ക്വാളിഫൈഡ്, MLT ഒക്കെ ക്വാളിഫൈ ചെയ്ത വ്യക്തിയായിരിക്കും. ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫംഗ്ഷൻ ഓഫ് ദ ലാബ്. ലബോറട്ടറിയിലെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ, ദൈനംദിന പ്രവർത്തനങ്ങൾ സൂപ്പർവിഷൻ ചെയ്യുന്നതാണ് ജനറൽ സൂപ്പർവൈസർ. ഓക്കെ, ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫംഗ്ഷൻസിനെയാണ് സൂപ്പർവിഷൻ ചെയ്യുന്നത്. ഓക്കെ, ജനറൽ എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ, അത് മാറിപ്പോകരുത് കേട്ടോ. അടുത്ത പൊസിഷൻ ആണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, MLT നമ്മൾ പറയാറുണ്ട് അല്ലേ. അസോസിയേറ്റ് ഡിഗ്രി ആൻഡ് കംപ്ലീഷൻ അക്രഡിറ്റഡ് MLT ഓർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം. MLT പാസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദെൻ പ്രോഗ്രാം ലിസൻഷ്യർ സർട്ടിഫിക്കേഷൻ, ലൈസൻസ് ഉള്ള വ്യക്തി ആയിരിക്കും അല്ലെ. മേ ബി റിക്വയർഡ് ബൈ എംപ്ലോയർ, ലൈസൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ദെൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പെർഫോം കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ് അണ്ടർ സൂപ്പർവിഷൻ MLS ആൻഡ് MT. അല്ലെ, അതായത് പതിവ് പരിശോധനകളും മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ അണ്ടർ സൂപ്പർവിഷൻ MLS-ന്റെയും MT-യുടെയും കീഴിൽ സൂപ്പർവിഷൻ ഒക്കെ ചെയ്യുക. ലാസ്റ്റ് വൺ പറയുന്നത് PBT, ഫ്ലിബറ്റോമിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാണെങ്കിലോ? ഫ്ലിബറ്റോമിസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഇല്ല, നോക്കാം. ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്, അറ്റ്ലീസ്റ്റ് ഒരു ഹൈസ്കൂൾ ഡിഗ്രിയും അതുപോലെ തന്നെ എന്താണ് ട്രെയിനിങ്ങും വർക്ക് എക്സ്പീരിയൻസും മാത്രമല്ല. അതായത് കളക്ഷൻ ബോയ് എന്ന് പറയാം, കേട്ടിട്ടുണ്ടോ? കളക്ഷൻ സ്റ്റാഫ്, കളക്ഷൻ ബോയ് അല്ലല്ലോ, കൂടുതലും മെയിൽ ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് കളക്ഷൻ ബോയ് എന്ന് പറയുന്നത്. അവരെന്താ ചെയ്യുന്നത്? ഗ്യാദേഴ്സ് ബ്ലഡ് സാമ്പിൾസ് ഫ്രം പേഷ്യന്റ് ഫോർ ലാബ് ടെസ്റ്റ്. പേഷ്യൻസ് നിന്നൊക്കെ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും അല്ലെ. അതായത് ബ്ലഡ് കളക്ട് ചെയ്ത് സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ചിലപ്പോൾ വേറൊരു ബ്രാഞ്ചിലോട്ട് കൊണ്ട് കൊടുക്കാനും അങ്ങനെ കളക്ട് ചെയ്യുന്നതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഫ്ലിബറ്റോമിസ്റ്റ്. ഓക്കെ, അപ്പൊ ടേബിളിലെ ഹൈറാർക്കിയില് 5 പൊസിഷനാണ് പറഞ്ഞത്. ഡയറക്ടർ ഉണ്ട്, ടെക്നിക്കൽ സൂപ്പർവൈസർ, ദെൻ അതിന്റെ കീഴില ജനറൽ സൂപ്പർവൈസർ, ദെൻ MLT ആൻഡ് ഫ്ലിബറ്റോമിസ്റ്റ്. അപ്പൊ ഓരോരുത്തരുടെ പൊസിഷൻ നോക്കുക, ദെൻ റെസ്പോൺസിബിലിറ്റീസ് മെയിൻ ആയിട്ട് പഠിക്കാം. എഡ്യൂക്കേഷൻ നിങ്ങൾ വായിച്ചു പോകാം. ഓക്കെ, വായിച്ചു നോക്കി ടേബിൾ വായിക്കുക കേട്ടോ.
വായിച്ചെല്ലാവരും പൊസിഷനും റെസ്പോൺസിബിലിറ്റീസും പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ റെസ്പോൺസിബിലിറ്റീസ് ചോദിച്ചിട്ട് അത് ആരുടെ ഡ്യൂട്ടി ആണ് എന്ന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ചിലപ്പോ നേരെ ഓപ്പോസിറ്റ് ആയിട്ടും ചോദിക്കാം. ദെൻ നോക്കാം, നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ലബോറട്ടറി സർവീസ്. സോ മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി എന്താണെന്ന് നമ്മൾ കണ്ടു. ദെൻ എന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്സാക്ട് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. ദെൻ ഫങ്ഷണൽ ഡിവിഷൻ നമ്മൾ പഠിച്ചു. ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിൻ അനാലിസിസ്, ബ്ലഡ് ബാങ്ക്. ദെൻ നമ്മൾ ഓരോന്നിലും എന്തൊക്കെയാണ് വരുന്നത് സ്റ്റഡീസിനെ കുറിച്ച് പഠിച്ചു. ലാസ്റ്റ് വൺ ഒരു ലബോറട്ടറിയുടെ ഹയറാർക്കി, പൊസിഷന്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ആണോ? എടുത്തത് ഓക്കെ ആണോ? എല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ടീച്ചർ എടുക്കും. ഇനി നമുക്ക് മേ ബി ഫ്രൈഡേയിലെ ക്ലാസ് വരുന്നത് ആണോ? ഫ്രൈഡേയിലെ ക്ലാസ് വരുന്നത് ഓക്കെ. അപ്പൊ ഫ്രൈഡേ വരുമ്പോൾ ഞാൻ ക്ലാസ് കുറച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഒരു 5 minutes ഈ സ്റ്റഡീസ് ഒന്ന് പഠിക്കണം. ചെറിയൊരു ടെസ്റ്റ് പേപ്പറിൽ ഞാൻ ചെയ്യും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? 5 minutes മതിയല്ലോ? മതിയില്ലേ? കാരണം ഇത് ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്റ്റഡീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ചോദിക്കും. ഓക്കെ, ഇത് മാത്രം ഒന്ന് പഠിക്കാം. ഈ ഒരു സെക്ഷൻ നമ്മൾ പഠിച്ചല്ലോ, ഹിമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി, പ്രോട്ടീൻ പാത്തോളജി. ആ ഒരു സെക്ഷൻ മാത്രം നോക്കിക്കൊണ്ട് വരാം. ഈ ഒരു സെക്ഷൻ അല്ലോ ഈ ടേബിൾ കംപ്ലീറ്റ്. ഓക്കെ, ഒരു 10 മാർക്കിനുള്ള ചെറിയൊരു എക്സാം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു എന്താ പറയാ, ഒന്ന് നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് നോക്കണമല്ലോ. അത് എത്രത്തോളം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് മാർക്ക് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാനോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. നമ്മള് പഠിച്ചതൊന്നും നിനക്ക് ചെക്ക് ചെയ്യണ്ടേ. അപ്പോ ഈ ഒരു ടേബിൾ മാത്രം കണ്ടോ, നമ്മൾ എഴുതി വെച്ചില്ലേ, ഹെമറ്റോളജി, സ്റ്റഡി ഓഫ് ബ്ലഡ്, ഹിസ്റ്റോപാത്തോളജി. ഈ ഒരു സെക്ഷൻ മാത്രം പഠിക്കാം. ഓക്കെ, ക്ലിയർ ആയി പറഞ്ഞത്? ഈ ഒരു സെക്ഷൻ ഏതൊക്കെയാണ് പഠനങ്ങള് അതിനെ കുറിച്ചിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് നമുക്കൊരു ടെസ്റ്റ് പേപ്പറുകൾ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് എത്രത്തോളം ഓരോരുത്തരുടെ മാർക്ക് ഡീറ്റെയിൽ ഒന്നും എനിക്കറിയണ്ട. നമ്മൾ എത്രത്തോളം നിങ്ങൾ സ്വയം പഠിച്ചു എന്ന് നോക്കണ്ടേ ഇടയ്ക്ക്. ആ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്ത ദിവസം ചിലപ്പോൾ ഞാൻ മറന്നുപോകും, എന്നെ ഓർമ്മിപ്പിക്കണം. ഓക്കെ, നിങ്ങളാണ് ഓർമ്മിപ്പിക്കേണ്ടത്. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ.